കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് എങ്ങനെ വിലയിരുത്താം ഈ പുതിയ നിയന്ത്രണങ്ങളെ, FCRIയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളെ? നമുക്കറിയാം, വിദേശത്ത് നിന്ന് മിഷണറിമാർ പണം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് അദാനിയുടെയോ അംബാനിയുടെയോ കമ്പനികളിൽ നിക്ഷേപിക്കാനല്ല, ഷോപ്പിംഗ് മാളുകൾ പണിയാനല്ല, അതുമല്ലെങ്കിൽ ആർഭാട ജീവിതം നയിക്കാനുമല്ല, മറിച്ച് ഇവിടെ പാവപ്പെട്ട മനുഷ്യർക്ക്, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട മനുഷ്യര്, പട്ടിണി കിടക്കുന്ന മനുഷ്യരുള്ളത് ഇന്ത്യയിലാണ്. ആ മനുഷ്യരുടെ ഇടയിൽ ആര് കൊണ്ടുപോയി സ്കൂൾ സ്ഥാപിക്കും, ആര് അവർക്ക് ഭക്ഷണം കൊടുക്കും എന്നൊക്കെയുള്ളത് എപ്പോഴും ചോദ്യചിഹ്നമാണ്. ഈ കാടും മലയും കയറി മാവോയിസ്റ്റുകളുടെ എല്ലാം താവളങ്ങൾ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആര് കൊണ്ടുപോയി ഭക്ഷണവും വിദ്യാഭ്യാസവും പാർപ്പിടവും ഒക്കെ കൊടുക്കും എന്നുള്ളത് ഇന്നും ഒരു ഉത്തരമില്ലാത്ത ചോദ്യമാണ്. മിഷണറിമാരാണ് ഇവിടെ പോയിട്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ FCRIയുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണം അത് എത്രത്തോളം ഒരുപക്ഷെ രാജ്യത്തിന്റെ പുരോഗതിക്ക് പോലും വിഘാതമാകുന്ന ഒന്നല്ലേ അത്? രാജ്യത്തിന്റെ സുരക്ഷയും രാജ്യത്തിന്റെ താല്പര്യങ്ങളും അനുസരിച്ച് കാലാകാലങ്ങളിൽ നിയമം ഉണ്ടാക്കേണ്ടത് രാജ്യം ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ആ ഉത്തരവാദിത്തം നിറവേറ്റുമ്പോൾ ഇന്നലകളിൽ നടന്നതും ഇന്ന് നടക്കുന്നതുമായ നന്മകളെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് മാറുന്നത് ചരിത്രം മനസ്സിലാക്കാതെ ഇടപെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിദേശ സംഭാവനകൾ എക്കാലത്തും ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്കും ഇന്നത്തെ നിലയിലേക്കുള്ള വളർച്ചയ്ക്കും രാജ്യത്തെ സഹായിച്ചു എന്നതിന് രണ്ട് പക്ഷമില്ല. ഈ രാജ്യത്ത് സാമൂഹികമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചതും അതോടൊപ്പം തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ ആതുര സേവന രംഗങ്ങളിൽ പുരോഗതി ഉണ്ടാക്കിയതും വിദേശ മിഷണറിമാരുടെ ഇടപെടൽ നിമിത്തമാണ് എന്നത് ചരിത്രം പഠിക്കുന്ന ആർക്കും വ്യക്തമാണ്. ഈ രാജ്യത്തെ ഇന്നത്തെ നിലയിലെത്തിച്ച അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ വിദേശ മിഷണറിമാരെ സഹായിച്ചത് വിദേശത്തു നിന്നുള്ള പണമായിരുന്നു എന്നതിനും രണ്ടു പക്ഷമില്ല. അത് ലോകത്തെല്ലായിടത്തും നടക്കുന്നതാണ്. എവിടെയാണോ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ളിടത്ത് ചെന്ന് അവരെ സഹായിക്കുക എന്നുള്ളത് മിഷണറിമാർ ചെയ്യുന്ന മഹത്തരമായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. അല്ലാതെ ആരെയെങ്കിലും ക്രിസ്തുവിലേക്ക് മാനസാന്തരപ്പെടുത്തി അതിലൂടെ ക്രിസ്ത്യാനിയാക്കാം എന്നൊരു ചിന്തയോടെ ചെയ്യുന്ന ദൈവത്തിന്റെ ഇടപെടലാണ് നടക്കുന്നത്. എന്നാൽ സമീപകാലത്തെ രാജ്യത്തുണ്ടാകുന്ന ചില നിയമ നടപടികൾ ഇതിനെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായി FCRA ഭേദഗതി അപ്രകാരമുള്ള ചില ഇടപെടലുകൾ നടത്തുന്നു. ഇപ്പോഴുള്ള ചട്ടങ്ങളിലും ആ ഒരു പ്രയാസം കാണുവാനായിട്ട് സാധിക്കും. FCRA ഭേദഗതിയിൽ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന പണം ഉപയോഗിച്ച് ഒരു കെട്ടിടമോ മറ്റു സ്ഥാപനമോ നിർമ്മിച്ചാൽ അതിൽ 1% വിദേശത്തു നിന്നുള്ള പണമുണ്ടെങ്കിൽ ആ സ്ഥാപനം മുഴുവൻ പിടിച്ചെടുക്കത്തക്ക രീതിയിലേക്കുള്ള നിയമം കൊണ്ടുവരുന്നത് ഒരു കാരണവശാലും നീതിക്ക് നിരക്കുന്നതല്ല. ചെയ്ത തെറ്റിന് അനുസരിച്ചാണ് ശിക്ഷ കൊടുക്കേണ്ടത്. അപ്പോൾ 99% ഈ രാജ്യത്തെ സാധാരണക്കാര് അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വിദേശത്തു നിന്ന് വന്ന 1% ഉപയോഗിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആ കെട്ടിടം മുഴുവൻ പിടിച്ചെടുക്കാമെന്നുള്ള വ്യവസ്ഥ വരുന്നത് ലോകത്ത് തന്നെ ആർക്കും നീതിക്ക് നിരക്കുന്നതാണ് എന്ന് പറയുവാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കൊണ്ടുവന്ന ചട്ടങ്ങളിലെ ഭേദഗതി 2 വർഷം കൊണ്ട് 10 ലക്ഷം രൂപയെങ്കിലും വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ചെലവാക്കിയെങ്കിൽ മാത്രമേ FCRA പുതുക്കി നൽകാൻ കഴിയൂ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ആയിരക്കണക്കിന് ചെറിയ പ്രസ്ഥാനങ്ങൾ, അത് ക്രൈസ്തവ പ്രസ്ഥാനങ്ങളാകണമെന്ന് നിർബന്ധമില്ല, നിരവധി പ്രസ്ഥാനങ്ങൾ, മതേതര പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ FCRA പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അവയ്ക്കൊന്നും ഈ പറഞ്ഞതുപോലെ 10 ലക്ഷം രൂപയുടെ വരുമാനം 2 വർഷം കൊണ്ടുണ്ടാകണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ 10 ലക്ഷം രൂപയെങ്കിലും മിനിമം ചെലവഴിച്ചില്ലെങ്കിൽ FCRA പുതുക്കി കൊടുക്കില്ല എന്ന് പറയുന്നത് എപ്രകാരം FCRA ഇല്ലാതാക്കാമെന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ ഇടപെടലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്രകാരമുള്ള ഇടപെടലുകൾ ഈ രാജ്യത്തെ പിന്നോട്ടടിക്കുമെന്നും ഇന്നലകളിലും ഇന്നും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരും കടന്നു ചെല്ലുവാൻ മടിക്കുന്നതായിട്ടുള്ള ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക്, വനാന്തരീക്ഷത്തിലേക്ക് കടന്നു ചെല്ലുന്ന മിഷണറിമാരെ എതിർക്കുന്നതിന് തുല്യമാണ്. അവരുടെ നന്മകൾ കണ്ടില്ല എന്ന് നടിക്കുന്നതിന് തുല്യമാണ്. മറ്റൊരു കാര്യം നമുക്കറിയാം, പലപ്പോഴും ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ
വിവിധ ഭാഗങ്ങളിൽ മിഷണറിമാർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മിഷണറിമാർ പലപ്പോഴും ചെയ്യുന്ന പ്രവൃത്തികൾ എന്ന് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെ വെറും മതപരിവർത്തനം എന്നുള്ള ഒരു ബാനർ മാത്രം വെച്ച് ഇത്തരത്തിലുള്ള ഈ വലിയ ഒരു പ്രവർത്തനത്തെ ഈ കവറപ്പ് ചെയ്ത് അതുമല്ലെങ്കിൽ കരിതേച്ച് കാണിച്ച് ഇത്തരത്തിലുള്ള നിയമങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനെ ഒരുപക്ഷെ വരും കാലഘട്ടങ്ങളിൽ എങ്ങനെ വിലയിരുത്താൻ കഴിയും നമുക്കിത്? വരും കാലഘട്ടങ്ങളിൽ ഈ മേഖലയിലുള്ള ആളുകളെ ആര് നോക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നേ? അങ്ങേക്ക് കേൾക്കാവോ? ഞാൻ നിർബന്ധിത മതപരിവർത്തനത്തെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ സമൂഹം അനുകൂലിക്കും എന്ന് കേൾക്കാം. ഞാൻ പറയുന്നത് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കാം. നിർബന്ധിത മതപരിവർത്തനത്തെ ഏതെങ്കിലും ഒരു ക്രൈസ്തവ വിഭാഗം അനുകൂലിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് കാരണം നിർബന്ധിത മതപരിവർത്തനം ക്രൈസ്തവമല്ല, ക്രിസ്തുവിന്റെ ദർശനത്തിന്റെ ഭാഗമല്ല. നിങ്ങൾ ലോകത്തോടൊക്കെയും സുവിശേഷം അറിയിക്കുക എന്ന് മാത്രമേ ക്രിസ്തു പറഞ്ഞിട്ടുള്ളൂ. അതാണ് ക്രൈസ്തവ സമൂഹം പ്രധാനമായും ചെയ്യുന്നത്. ഇതിൽ നിന്ന് വിഭിന്നമായി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്വാധീനത്താൽ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ഉൾപ്പെടെ എതിർക്കുന്നു. ഇന്ത്യയിൽ CBCIയും അതോടൊപ്പം തന്നെ NCCIയും EFIയും എല്ലാം അതിനെ എതിർക്കുന്നു എന്നുള്ളത് സത്യമാണ്. കേരള കൗൺസിൽ ഓഫ് ചർച്ചസും അതിനെ എതിർക്കുന്നു. എന്നാൽ സ്വാഭാവികമായി ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കണം എന്നത് എന്റെ ഓപ്ഷനാണ്. ആ ഓപ്ഷനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ ഭരണഘടന നൽകുന്നുണ്ട്. അതനുസരിച്ച് എനിക്ക് രാഷ്ട്രീയ പാർട്ടി മാറുന്നതിനോ മതം മാറുന്നതിനോ വിശ്വാസം മാറുന്നതിനോ ഉള്ള സ്വാതന്ത്ര്യത്തെ തടയുന്നത് എന്റെ മൗലിക അവകാശ ലംഘനമാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഇപ്രകാരമുള്ള വിശ്വാസ പ്രചരണം മാത്രമല്ല അതിലൂടെ നടക്കുന്നത്. വിശ്വാസ പ്രചരണം എന്ന് പറയുന്നത് നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ പണ്ട് കാലത്ത് ചില ഭരണാധികാരികൾ വിവരമുള്ളവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ ചെയ്യുന്നത് പൂർണ്ണമായും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ അവരെ തടഞ്ഞോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ മിഷണറിമാർ ചെയ്തത്, മദർ തെരേസ ഉൾപ്പെടെയുള്ളവർ ചെയ്തത്, അത് പൂർണ്ണമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ക്രമീകരണം ഇന്നും ഈ രാജ്യത്തുണ്ടായിട്ടില്ല. അക്ഷരമറിയാത്തവനെ അക്ഷരം പഠിപ്പിക്കുക, പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി മാറ്റുക, അതോടൊപ്പം തന്നെ കുഷ്ഠരോഗിയുടെ വ്രണം ഒപ്പുക, അവനെ ചേർത്ത് പിടിക്കുക, ഇത് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഈ രാജ്യം മാറാത്ത കാലത്തോളം ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന്റെ, ക്രൈസ്തവ മിഷണറിമാരുടെ ക്രിസ്തു ദർശന പ്രവർത്തനം മുൻപോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ക്രിസ്തു അതാണ് ചെയ്തത്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുകയും അവനെ ചേർത്ത് പിടിക്കുകയും ചെയ്ത ക്രിസ്തുവിന്റെ സ്നേഹം നിമിത്തമാണ് ഇവിടുത്തെ മിഷണറിമാർ പ്രവർത്തിക്കുന്നത്. അതിനെ തടയുന്നത് ഈ രാജ്യത്ത് ആവശ്യത്തിലിരിക്കുന്നവന്റെ ആവശ്യം കണ്ടില്ല എന്ന് നടിക്കുകയും അതിനിറങ്ങിത്തിരിക്കുന്നവനെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വളരെ നീചമായ ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഇടപെടുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയുവാനുള്ളത്, ക്രിസ്തുവിന്റെ സ്നേഹമാണ് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അത് മനസ്സിലാക്കുകയും രാജ്യം നൽകുന്ന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം മാറുന്നതിനും വിശ്വാസം മാറുന്നതിനും എല്ലാ വ്യക്തികൾക്കുമുള്ള സ്വാതന്ത്ര്യം, അത് മതപരമായ വിശ്വാസത്തിനും ബാധകമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് മാത്രമാണ്. മറ്റൊരു അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ആളുകളുടെ അടുത്തുനിന്ന് പിരിച്ച് എത്രത്തോളം പണം ഈ മേഖലയിലൊക്കെ ഉള്ള പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് സാമാന്യ ബുദ്ധി ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതാണ്. പുറത്തുനിന്നുള്ള കോൺട്രിബ്യൂഷൻ കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഇത്രയും സേവന പ്രവർത്തനങ്ങൾ നടത്തിയത്. അപ്പോൾ ഇപ്പോഴുള്ള ഈ നിയന്ത്രണങ്ങൾ ഈ കാര്യങ്ങളെ എത്രത്തോളം ആഴത്തിൽ ബാധിക്കാൻ പോകുന്നവയാണ് എന്ന് അങ്ങേക്ക് ഒന്ന് പറയാൻ കഴിയുമോ? സ്വാഭാവികമായി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. ഉള്ളിടത്തു നിന്നാണ് ഇല്ലാത്തിടത്തേക്ക് കൊടുക്കേണ്ടത്. അത് ഇന്ത്യയിൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, സർക്കാരിന്റെ തന്നെ പല പ്രോജക്റ്റുകളും സന്നദ്ധ സംഘടനകളുടെ പല പ്രോജക്റ്റുകളും നടത്തുന്നത് CSR ഫണ്ട് ഉപയോഗിച്ചാണ്. CSR ഫണ്ട് എന്താണ് ചെയ്യുന്നത്? CSRൽ കമ്പനികൾക്കുണ്ടാകുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം നന്മ പ്രവർത്തികൾക്കായി കൊടുക്കണം എന്ന നിയമപ്രകാരം അത് ചെയ്യുന്നു. അതുപയോഗിച്ചും പ്രവർത്തിക്കുന്ന ചാരിറ്റി സംഘടനകളുണ്ട്. അതെന്താണ് സൂചിപ്പിക്കുന്നത്? എവിടെയാണോ നമുക്ക് റിസോഴ്സ് മൊബിലൈസേഷൻ നടക്കുന്നത് അവിടെ നിന്ന് മൊബിലൈസ് ചെയ്തുകൊണ്ട് ഇല്ലാത്തിടത്തേക്ക് കൊടുക്കുക എന്നുള്ളത് സ്വാഭാവിക നീതിയുടെ ഒരു പ്രതികരണം മാത്രമാണ്. അതിൻ പ്രകാരം
ഇന്നും ഡെവലപ്ഡ് അല്ലാത്ത ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ കുറച്ച് കാണിക്കുന്നില്ല. 1947 ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ എന്തായിരുന്നു അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ നമുക്കറിയാം. രാജ്യത്തിന് വളരെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നും പുരോഗതി എത്താത്ത സ്ഥലങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്നത് സത്യമാണ്. ഉദാഹരണമായി മണിപ്പൂരിലെ കാങ്കോപ്പി എന്ന് പറയുന്ന സ്ഥലത്ത്, മണിപ്പൂരിൽ 5 തവണ ഞാൻ കലാപ സമയത്ത് തന്നെ പോയിരുന്നു. അവിടെയുള്ളവരെ സഹായിക്കാൻ ഇവിടുന്ന് മെഡിക്കൽ ഡോക്ടേഴ്സുമായിട്ട്, അതോടൊപ്പം തന്നെ ഇവിടുന്ന് വൈദ്യശാസ്ത്ര ഉപകരണങ്ങളുമായിട്ട്, മരുന്നുമായിട്ടും ഒക്കെ പോയിട്ടുണ്ട്. കാങ്കോപ്പി എന്ന് പറയുന്ന ഒരു ജില്ല മുഴുവൻ ഞങ്ങൾ ഡോക്ടറുമായി നടന്നിട്ട് ഒരു ഓപ്പറേഷൻ നടത്തുവാനുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്റർ അവിടെ മുഴുവൻ നടന്നിട്ട് ഞാൻ കാണാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിലെ, അതായത് സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും കാലമായിട്ടും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഒരു ജില്ലയുടെ കാര്യം ഞാൻ പറഞ്ഞു. അങ്ങനെയുള്ള എത്ര സ്ഥലങ്ങൾ ഈ രാജ്യത്ത് ഇന്നുമുണ്ട്. പുരോഗതി ഉണ്ടാകുന്നു എന്നതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല. എന്നാൽ ഈ രാജ്യത്തിന് ആവശ്യമായ, എല്ലാവർക്കും ആവശ്യമായ സാധ്യതകൾ കൊടുക്കുവാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടില്ല. രാജ്യം ആ ദിശയിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണോ നമ്മളെ സഹായിക്കാൻ കഴിയുന്നത്, ഏതൊക്കെ കോർപ്പറേറ്റുകളിൽ നിന്നാണ് ഇവിടെ സഹായം എത്തിക്കാൻ കഴിയുന്നത്, അതെല്ലാം എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ വളർച്ചയെ തന്നെ അത് ദോഷമായിട്ട് ബാധിക്കും. അതുകൊണ്ട് ലഭ്യമായ റിസോഴ്സസ് കണ്ടെത്തി ഉപയോഗിക്കുവാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ ഉള്ളതിനെ കൂടി ഇല്ലാതാക്കുവാനല്ല ശ്രമിക്കേണ്ടത്. അങ്ങനെ ഇല്ലാതാക്കിയാൽ ഈ നാട്ടിലെ സാധാരണക്കാരിൽ പലരും അവരുടെ സാധ്യതകൾ ഉപയോഗിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറും. അതവരുടെ മനുഷ്യാവകാശങ്ങളുടെ ലംഘനമായി തീരും. അത് അവർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കുള്ള ലംഘനമായി തീരും. അതുകൊണ്ട് ഒരു മനുഷ്യാവകാശ പ്രശ്നമെന്ന നിലയിൽ, ഭരണഘടനാ പ്രശ്നമെന്ന നിലയിൽ ഇതിനെ കാണുകയും നീതിയോടെ ഇടപെടുകയും വിദേശത്തു നിന്നായാലും സ്വദേശത്തു നിന്നായാലും ഉള്ള സാധ്യതകൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന്. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ്, അദ്ദേഹമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിച്ചത്. വളരെ നന്ദി.